എപ്പിസോഡ് തുടങ്ങുന്നതിന് നമ്മുടെ യൂൻസങ്ങിനെ കാണിച്ചുകൊണ്ടാണ് അവനാണെങ്കിൽ അവൻ്റെ അമ്മയെടുത്ത് സംസാരിക്കുമായിരുന്നു. അവിടെയാണെങ്കിൽ യൂൻസങ്ങിൻ്റെ അമ്മ ചോദിക്കും, അല്ല നിനക്കിപ്പോൾ എന്താ പ്രശ്നം, നീ എന്തിനാ ആ ചെയർമാനെ ഇപ്പോൾ ഒളിപ്പിച്ച് വെച്ചേക്കുന്നത്? ആ ചെയർമാനെ ആദ്യമേ എൻ്റെ മുമ്പിലായിട്ട് കൊണ്ടുപോവാ, അതിനുശേഷം നമുക്ക് നല്ല ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും സംസാരിക്കാം. ഇത് കേൾക്കുന്ന യൂൻസങ് അവിടെ പറയാൻ തുടങ്ങും, നിങ്ങളുടെ അനുവാദം എനിക്ക് ഒന്നിനും വേണ്ട, ഞാനാണെങ്കിൽ ആ ഹാങ്ങിനെ കല്യാണം കഴിക്കാൻ പോവുകയാണ്, ഞാൻ എല്ലാ ഡിസിഷൻസും എടുത്തിട്ടുണ്ട്, അതെല്ലാം നടന്നു കഴിയുന്നതും ഞാൻ അമ്മ എടുത്ത് വന്നോളാം. അപ്പോൾ അമ്മ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കേൾക്കാം എന്നൊക്കെ പറയും. ഇത് കേൾക്കുന്നേ നമ്മുടെ യൂൻസങ്ങിൻ്റെ അമ്മയ്ക്ക് അങ്ങ് ഭയങ്കര ദേഷ്യം വരും. അവർ പറയും, എന്നാലും നീ ഇത്ര ചേഞ്ച് ആവുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ യൂനുവിനെയാണ്. അവനാണെങ്കിൽ അവൻ്റെ ഓഫീസിൽ വന്നിട്ട് ലീഗൽ ഡിപ്പാർട്ട്മെൻറ്റിലെ ആ ഒരു പ്രൊഫൈല് ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ അതിന് സാധിക്കത്തില്ല. അപ്പോഴേ അവനൊരു കാര്യം മനസ്സിലാവുന്നേ, അവനെ ഇപ്പോൾ ലീഗൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇതറിയുന്നതും അവിടെ ഇരിക്കുന്ന എംപ്ലോയീസ് എല്ലാവരും ഭയങ്കര ഷോക്കായിപ്പോവും. അവരെല്ലാവരും ഇങ്ങനെ അതിശയത്തോടെ നോക്കും. സത്യത്തിൽ നമ്മുടെ യൂനുവിനും അറിയത്തില്ല അവൻ്റെ കയ്യിൽ മിസ്റ്റേക്ക് എന്തുവാ എന്ന്. ഈ പണി ഒപ്പിച്ചു വെച്ചേക്കുന്നത് നമ്മുടെ യൂൻസങ് തന്നെയാണ്. അങ്ങനെ നമ്മുടെ യൂനു ആണെങ്കിൽ അവന് കൊടുത്തിരിക്കുന്ന പുതിയ ഓഫീസിൽ അവിടെയായിട്ട് ചെല്ലും. അവിടെ ചെന്ന് നോക്കുമ്പോൾ എന്താ ഒരുമാതിരി സ്റ്റോർ റൂം വാങ്ങാത്തൊരു റൂമാണ്. അവിടേക്ക് നമ്മുടെ യൂൻസങ്ങും വരും. അവൻ വന്നിട്ടാണെങ്കിൽ യൂനുവിൻ്റെ അടുത്ത് പറയും, നിനക്ക് എങ്ങനെയുണ്ട് പുതിയ സ്ഥലം, ഇഷ്ടപ്പെട്ടോ? ഉടനെ തന്നെ യൂനു ആണെങ്കിൽ യൂൻസങ്ങിൻ്റെ അടുത്ത് ചോദിക്കും, നീ എന്തിൻ്റെ പുറത്താണ് എന്നെ ആ ലീഗൽ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പുറത്താക്കിയത്, അതിനെന്തെങ്കിലും പ്രൂഫുണ്ടോ? ഉടനെ തന്നെ യൂൻസങ് പറയും, അത് ഞാൻ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, അവരുടനെ തന്നെ കണ്ടുപിടിച്ചോളൂ എന്ന്. കൂട്ടത്തിൽ തന്നെ യൂൻസങ് ചോദിക്കും, ഞാനൊരു കാര്യം അറിഞ്ഞല്ലോ, ഞാൻ ഇന്നലെ രാത്രി നിന്റെ വീട്ടിൽ വന്നായിരുന്നു, അവിടെ ഞാൻ ഹാങ്ങിനെ കണ്ടായിരുന്നു, നീയാണല്ലേ അവരെ എവിടെയെല്ലാം ഒളിപ്പിച്ചു വെച്ചേക്കുന്നത്, എന്തായിരുന്നാലും നിന്റെ വീട് സ്ഥലമൊക്കെ കൊള്ളാം, എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഇത് കേൾക്കുന്നേ യൂനു ഭയങ്കരമായിട്ട് ഷോക്കായിപ്പോൾ. അവൻ അപ്പോഴല്ലേ അറിയുന്നത് യൂൻസങ് ആണെങ്കിൽ അവൻ്റെ വീട്ടിൽ വന്നായിരുന്നു, ഹാങ്ങിനെ മീറ്റ് ചെയ്തായിരുന്നു എന്നൊക്കെ. അപ്പോൾ നമ്മുടെ യൂനു പറയും, അതെ ഞാൻ തന്നെയാണ് അവരെ ഒളിപ്പിച്ചു വെച്ചേക്കുന്നത്, എന്താ ഇപ്പോൾ പ്രശ്നം? ഉടനെ തന്നെ യൂൻസങ് പറയും, ഒന്നുമില്ല, ഞാൻ അവളെ ഉടനെ തന്നെ തിരിച്ച് എൻ്റെ അടുത്തോട്ട് കൊണ്ടുവരും. ഉടനെ യൂനു പറയാനായിട്ട് തുടങ്ങും, നിങ്ങളൊരു കാര്യം അറിഞ്ഞായിരുന്നോ, ആ ഫിനാൻഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡില്ലേ, അയാളെ ഞാൻ പോലീസിനെ ഏൽപ്പിച്ചിട്ടുണ്ട്, അയാളിപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്, അയാളെ ക്വസ്റ്റ്യൻ ചെയ്യൊക്കെ നടന്നുകൊണ്ടിരിക്കുക, എല്ലാ സത്യങ്ങളും ഉടനെ തന്നെ പുറത്തോട്ട് വരും എന്നൊക്കെ നമ്മുടെ യൂനു പറയും. ഇത് കേൾക്കുന്ന യൂൻസങ് ഒന്ന് ഷോക്കാകും. എങ്കിലും അവൻ്റെ മുഖത്താണെങ്കിൽ ആ ഷോക്കിംഗ് ഒന്നും വലുതായിട്ട് കാണിക്കാൻ നിൽക്കത്തില്ല. അവൻ പറയും, നിനക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ചെയ്തോ, ഞാൻ ഇവിടെ നിന്ന് പോവാന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ എന്നങ്ങ് പോവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ഗ്രേസിനെയാണ്. അവരാണെങ്കിൽ ആ ചെയർമാൻ്റെ ആ ഗേൾഫ്രണ്ട് ഇല്ലേ, അവരായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അവരവിടെ പറയും, നിങ്ങൾ വിചാരിച്ചതുപോലെ തന്നെ നിങ്ങളെ ഞാൻ CEO ആക്കാം, പക്ഷേ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എനിക്ക് ഹെൽപ്പ് ചെയ്ത് തരണം. ഇത് കേൾക്കുന്ന ഗ്രേസ് ചോദിക്കും, ഞാൻ എന്ത് ഹെൽപ്പാണ് ചെയ്തു തരണ്ടേ എന്ന്. അപ്പോൾ ആ ഗേൾഫ്രണ്ട് പറയും, അത് ചെയർമാനെ ഇപ്പോൾ വേറൊരു ഹോസ്പിറ്റലായിട്ട് ഷിഫ്റ്റ് ആക്കിയിട്ടുണ്ട്, നിങ്ങൾ അദ്ദേഹത്തെ കണ്ടുപിടിച്ച് തരണം, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ആ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറിൻ്റെ CEO ആയിട്ട് ഞാൻ നിങ്ങളെ നിയമിക്കാം. ഇത് കേൾക്കുന്ന ഗ്രേസിൻ്റെ കണ്ണങ്ങ് മഞ്ഞളിക്കും. അവരങ്ങനെ ഒരു ടീമിനെ തന്നെ റെഡിയാക്കും. സത്യത്തിൽ ഗ്രേസിനാണെങ്കിൽ ഒരുപാട് ഈ പറഞ്ഞ ഹോസ്പിറ്റലുകളും അതേപോലെ തന്നെ കുറേ കോണ്ടാക്റ്റും കാര്യങ്ങളും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഗ്രേസിനെ സംബന്ധിച്ച് ഇത് നിസ്സാര കാര്യമാണ്. അവരങ്ങനെ അതിൻ്റെ പണിയൊക്കെ സ്റ്റാർട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ആൻഡ് ജോയിനെയാണ്. അവരാണെങ്കിൽ ഇങ്ങനെ നമ്മുടെ യൂനുവിൻ്റെ ആ നാടില്ലേ, അതിലേക്കൂടി ഇങ്ങനെ നടന്നു വരുന്നേ അവർക്കൊരു കോൾ വരും. അത് വേറെ അതേയല്ല, അവരെ ഏൽപ്പിച്ചിരുന്ന ആ ഒരു ഡിറ്റക്റ്റീവില്ലേ, അയാളാണ് വിളിച്ചേക്കുന്നത്. അയാളാണെങ്കിൽ പറയും, ഞാൻ നിങ്ങളുടെ അച്ഛനെ പറ്റിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും തിരക്കിക്കൊണ്ടിരിക്കുമായിരുന്നു, പുതുതായിട്ട് എനിക്കൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. ആ യൂൻസങ് ആണെങ്കിൽ ചെയർമാനെ ഏത് ഹോസ്പിറ്റലിലായിരുന്നു അഡ്മിറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നേ, അവിടെ നിന്നും എടുത്ത് വേറെ ഏതോ ഹോസ്പിറ്റലിലായിട്ട് അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട് എന്ന്. ഇത് കേൾക്കുന്നേ ആൻഡ് ജോയ്ക്കങ്ങ് ഭയങ്കര ദേഷ്യം വരും. അവർ ചോദിക്കും, അവരെന്ത് ധൈര്യം ഉണ്ടായിട്ടാ എൻ്റെ അച്ഛൻ്റെ ലൈഫ് വെച്ചിട്ട് ഇങ്ങനെ കളിക്കുന്നേ എന്ന്. അവർ പറയും, എത്രയും പെട്ടെന്ന് നമുക്ക് അച്ഛനെ കണ്ടുപിടിച്ചേ പറ്റത്തുള്ളൂ എന്ന്. അങ്ങനെ നമ്മുടെ ആൻഡ് ജോ ദേഷ്യപ്പെട്ട് സംസാരിച്ച് വരുന്നതും അവിടെയായിട്ട് അവരുടെ മുമ്പിൽ ആ സാമു വന്ന് നിൽക്കും. ഇയാളാണെങ്കിൽ നമ്മുടെ ആൻഡ് ജോയിനെ കാണുന്നേ ചോദിക്കും, ആഹാ നിങ്ങളിത് എവിടെ പോവുക? എൻ്റെ അമ്മയുടെ കൂട്ടുകാരി. ഉടനെ തന്നെ ആൻഡ് ജോ പറയും, അന്നാണെങ്കിൽ നിങ്ങളുടെ അമ്മ എൻ്റെ അടുത്ത് അങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അങ്ങനെയൊക്കെ സംസാരിച്ച്, എന്തായിരുന്നാലും നിങ്ങളുടെ അമ്മ എന്നെ ഒരുപാട് സഹായിച്ചു. ഇത് അമ്മയുടെ കർച്ചീഫാണെന്ന് പറഞ്ഞിട്ട് ആൻഡ് ജോയ് ആണെങ്കിൽ അവരുടെ കയ്യിരുന്ന കർച്ചീഫ് എടുത്ത് കൊടുക്കും. ഇത് നമ്മുടെ ആ സാമിൻ്റെ അമ്മയാണെങ്കിൽ ആൻഡ് ജോയ്ക്ക് കൊടുത്തതായിരുന്നു. ഉടനെ തന്നെ നമ്മുടെ ഈ സാമു പറയാൻ തുടങ്ങും, എനിക്ക് നല്ലതുപോലെ അറിയാം അന്ന് അവിടെ എന്താ സംഭവിച്ചതെന്ന്, നിങ്ങൾ അവിടെ നിന്ന് കരയുമായിരുന്നില്ലേ, എന്തൊക്കെയായിരുന്നാലും ലൈഫിൽ ഒരുപാട് കഷ്ടപ്പെടുന്ന സിറ്റുവേഷൻസ് ഒക്കെ വരും എന്നും പറഞ്ഞിട്ട് ഇരുന്ന് കരഞ്ഞു എന്നും പറഞ്ഞ് അതൊന്നും സോൾവ് ആവാൻ പോകുന്നില്ല. എൻ്റെ ഒരു അഡ്വൈസാണ്, ഇങ്ങനെ ഭയങ്കര സങ്കടം വരുവാണെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ വാങ്ങിച്ച് കഴിക്കും, അപ്പം തന്നെ നമ്മളുടെ പകുതി സങ്കടം മാറും എന്ന് പറയും. ഇത് കേൾക്കുന്നേ നമ്മുടെ ആൻഡ് ജോയ്ക്കൊന്നും മനസ്സിലാവത്തില്ല. ഇത്രയും പറഞ്ഞിട്ട് സാമു അവിടെ നിന്നങ്ങ് പോകും. അപ്പോൾ ആൻഡ് ജോ വിചാരിക്കും, എന്തൊക്കെ പറഞ്ഞാലും ഈ നാട്ടിലുള്ള
വീട്ടിലുള്ള ആൾക്കാരൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് തന്നെ, അവരൊക്കെ പരസ്പര ബന്ധമില്ലാതെ വന്ന് സംസാരിച്ചിട്ട് പോകുന്നതെന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ യൂനുവിൻ്റെ അച്ഛനെയാണ്. അയാളാണെങ്കിൽ ഇപ്പോൾ ഭയങ്കര സങ്കടത്തിലായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ക്യൂൻസ് ഗ്രൂപ്പ് ഇപ്പോൾ തകർന്നു പോയില്ലേ, അതുകൊണ്ട് തന്നെ നമ്മളുടെ യൂനുവിൻ്റെ അച്ഛനാണെങ്കിൽ ഇലക്ഷനിൽ നല്ലതുപോലെ വോട്ടൊന്നും കിട്ടിയില്ല. ഇപ്പോൾ അവിടുത്തെ മെയിൻ ഹെഡ് എന്ന് പറയുന്ന വേറൊരാളാണ്. അയാളാണെങ്കിൽ ഇപ്പോൾ ആ സിറ്റിയിൽ തന്നെ ഹെഡായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇത് കാണുന്നത് നമ്മുടെ യൂനുവിൻ്റെ അച്ഛനങ്ങ് ഭയങ്കര സങ്കടമാവും. എത്രയൊക്കെ പറഞ്ഞാലും അയാളാണെങ്കിൽ ആ ഗ്രാമത്തിന് വേണ്ടിയിട്ട് ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളില്ലേ, അയാൾ നമ്മുടെ ഈ നാടിനെ ഒരു ആപ്പിൾ നാടാക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്നൊക്കെ സംസാരിച്ചിട്ട് ഭയങ്കരമായിട്ട് പ്രസംഗിക്കാൻ തുടങ്ങും. ഇതൊക്കെ കാണുന്നത് നമ്മുടെ യൂനുവിൻ്റെ അച്ഛനങ്ങ് ഭയങ്കര ദേഷ്യം വരും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ ചിയോളിനെയാണ്. അവനും ഇപ്പോൾ ഭയങ്കര സങ്കടത്തിലായിരുന്നു. അവനാണെങ്കിൽ ഡീഹിനെ കോണ്ടാക്ട് ചെയ്യാൻ പല മാർഗ്ഗങ്ങളിലും ട്രൈ ചെയ്ത് നോക്കും. അവളുടെ എല്ലാ നമ്പറിലും അവളുടെ എല്ലാ സോഷ്യൽ മീഡിയയിലും എല്ലാം കയറി നോക്കും. എന്നാൽ ഒന്നിലും തന്നെ നമ്മളുടെ ഡീഹി ആക്റ്റീവ് ആയിരുന്നില്ല. അപ്പോൾ നമ്മളുടെ ചിയോള് വിചാരിക്കും എങ്കിലും ഞാൻ അവളെ എങ്ങനെയാണ് കോണ്ടാക്ട് ചെയ്യുന്നതെന്ന്. അവനങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ തൊട്ടടുത്തായിട്ടിരുന്നിട്ട് നമ്മളുടെ യൂനുവിൻ്റെ ചേട്ടൻ്റെ മോനില്ലേ, അവനാണെങ്കിൽ ഒരു ഗെയിം കളിക്കുമായിരുന്നു. ഇത് കാണുന്ന ചിയോളിന് പെട്ടെന്നൊരു ഫ്ലാഷ് ബാക്ക് ഓർമ്മ വരും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിയോളും ഡീഹിയും ഫ്രീ ടൈം കിട്ടുമ്പോൾ രണ്ടുപേരോട് ചേർന്നിട്ട് അവിടെ ഇരുന്നൊരു ഗെയിം കളിക്കുമായിരുന്നു. അവനത് ഓർമ്മ വന്നിട്ട് അവൻ വേഗം തന്നെ അവൻ്റെ ഫോണിൽ ആ ഗെയിം ഓപ്പൺ ആക്കി നോക്കും. അതിനകത്താണെങ്കിൽ നമ്മളുടെ ഈ ഡീഹിയിലെ അവൾ 2 മണിക്കൂർ മുന്നേ ആക്റ്റീവായിരുന്നു. പെട്ടെന്ന് തന്നെ ഇത് കാണുന്നതും ഷിയോളിന് ഭയങ്കര സന്തോഷം. അവൻ്റെ ഈ സന്തോഷത്തിൻ്റെ റീസൺ എന്ന് പറയുന്നത് അവൻ്റെ വൈഫും കുഞ്ഞും ഇപ്പോഴും നല്ല സേഫായിട്ട് ഇരിക്കുന്നോ ഇല്ലയോ എന്ന് അറിഞ്ഞാൽ മാത്രം മതി. അതിന് വേണ്ടിയിട്ട് അവളെ കോണ്ടാക്ട് ചെയ്തല്ലേ പറ്റത്തുള്ളൂ. അങ്ങനെ അവൻ അവിടെ ഭയങ്കരമായിട്ട് സന്തോഷിക്കാൻ തുടങ്ങും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ ഗ്രേസിനെയാണ്. അവരുടെ മെയിൻ ജോലി എന്ന് പറയുന്നത് വലിയ വലിയ ബിസിനസ് പാർട്ട്നേഴ്സിനെ എല്ലാം നല്ലതുപോലെ ബ്രോക്കർ പണി ചെയ്തിട്ട് കല്യാണം കഴിപ്പിക്കുക എന്നുള്ളതാണല്ലോ. അതേപോലെ തന്നെ അവർ വേറെ ഒരു പണി ചെയ്യാറുണ്ട്. അതായത് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടാക്കി 2 കപ്പിളിനെ തെറ്റിപ്പിടിപ്പിക്കാനും ഇവരെ കൊണ്ട് നല്ല കിടിലമായിട്ട് പറ്റും. അവരങ്ങനെ ഒരു പണി ചെയ്തുകൊണ്ടിരിക്കുന്നതും തൊട്ട് പുറവിനായിട്ട് നമ്മുടെ യൂനുവും അതേപോലെ തന്നെ അവൻ്റെ ഫ്രണ്ടും വരും. അങ്ങനെ നമ്മുടെ ഈ ഗ്രേസിനെ പിടിച്ചെടുത്ത് സംസാരിക്കാൻ തുടങ്ങും. അവിടെ യൂനുവിൻ്റെ ഫ്രണ്ട് പറയാൻ തുടങ്ങും, ഞാനാണെങ്കിൽ ഒരു ഡിവോഴ്സ് ലോയറാണ്. ഞാൻ ഒരുപാട് ആൾക്കാരുടെ കേസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അതിൽ അവരുടെ പ്രശ്നം എന്താണെന്ന് ഞാൻ ഉറപ്പായിട്ടും അന്വേഷിക്കാറുമുണ്ട്. ഒരുപാട് പ്രശ്നങ്ങളിലും ഞാൻ കണ്ടിട്ടുള്ള മെയിൻ ആളെന്ന് പറഞ്ഞാൽ നിങ്ങളാണ്. അന്നേ എനിക്കൊരു കാര്യം മനസ്സിലായി, നിങ്ങളാണ് അവരുടെ മാരേജ് ഫെയിൽ ആവാൻ വേണ്ടിയിട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന്. നിങ്ങളെ ഈ ഒരു ഒറ്റ കാരണത്തിൻ്റെ പേരിൽ എനിക്ക് ഉറപ്പായിട്ടും ജയിലടയ്ക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്തേ പറ്റത്തുള്ളൂ. ഇത് കേൾക്കുന്നതും ഗ്രേസ് ഭയങ്കരമായിട്ടും പേടിച്ചു. അവിടെ നമ്മുടെ യൂനു പറയാൻ തുടങ്ങും, എനിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. ഇപ്പോൾ നമ്മുടെ ആ യൂൻസെങ്ങിൻ്റെയും അതേപോലെ തന്നെ അവൻ്റെ അമ്മയുടെയും അടുത്ത നീക്കങ്ങൾ എന്തുവാന്ന് നിങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തരണം. ഇത് കേൾക്കുന്നത് നമ്മുടെ ഗ്രേസ് ഒന്ന് നല്ലതുപോലെ ആലോചിക്കും. അവർക്കാണെങ്കിൽ മനസ്സിലാവത്തേയില്ല ഇപ്പം അവർ ആരുടെ സൈഡ് നിൽക്കണോ എന്ന്. അവരങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് കറക്റ്റായിട്ട് അവിടേക്ക് നമ്മളുടെ ആൻറ്റി ജോയില്ലേ അവർ കയറി വരും. അവരാണെങ്കിൽ കയ്യിലിരുന്ന ബാഗ് വെച്ചിട്ട് ഈ ഗ്രേസിൻ്റെ തലക്കിട്ടൊരു തട്ട് വെച്ച് കൊടുക്കും. എന്നിട്ട് ചോദിക്കും, എങ്കിലും നിങ്ങളിന്ന് ഞങ്ങൾ ഒരിക്കലും ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല. നിങ്ങളിങ്ങനെ ഓരോരോ സമയത്ത് ഓരോരോ ആൾക്കാരുടെ കൂടെ നിൽക്കുന്നവരാ എന്ന്. എന്തായിരുന്നാലും ഇത്തവണ നിങ്ങൾ ഞങ്ങളെ സഹായിച്ചേ പറ്റത്തുള്ളൂ. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ പണികളും ഞങ്ങൾ പോലീസിനെ ഏൽപ്പിക്കും. അവസാനം നിങ്ങൾ ജയിലിലാവും. ഇത് കേൾക്കുന്നേ ഗ്രേസ് ഭയങ്കരമായിട്ടും പേടിച്ചു. അവരാണെങ്കിൽ അവിടെ പറയാൻ തുടങ്ങും. യോൻസങ്ങും അതേപോലെ തന്നെ ഗ്രേസും കൂടി ചേർന്നിട്ട് ഇപ്പോൾ ഓരോരോ പുതിയ പണികളൊക്കെ ഒപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പോരാത്തിന് യോൻസങ് ആണെങ്കിൽ ചെയർമാൻ്റെ ശരീരത്തിനെ വേറെ എവിടോട്ടോ കൊണ്ടുപോയി. ഏത് ഹോസ്പിറ്റലിലാണെന്ന് അറിയത്തില്ല. എന്നാൽ ആ ചെയർമാൻ്റെ ഗേൾ ഫ്രണ്ട് ആണെങ്കിൽ എന്നെ ഒരു ഡ്യൂട്ടി ഏൽപ്പിച്ചേക്കുവാണ്. ചെയർമാൻ ഇപ്പോൾ ഏത് ഹോസ്പിറ്റലാണെന്ന് കണ്ടുപിടിക്കണം എന്ന്. ഇപ്പോൾ ഞാൻ അതിൻ്റെ പുറകെയാണ്. നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ ചെയർമാനെ കണ്ടുപിടിക്കാൻ പറ്റും എന്നൊക്കെ നമ്മുടെ ഗ്രേസ് ഇങ്ങനെ പറയും. ഇത് കേൾക്കുന്നത് യൂനുവും അതേപോലെ തന്നെ നമ്മുടെ ആൻറ്റി ജോയ്ക്ക് ഭയങ്കരമായിട്ട് ഷോക്കാകും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ഹാങ്ങിൻ്റെ അമ്മേനെയാണ്. അവരാണെങ്കിൽ ഇപ്പം നല്ല ഗെറ്റപ്പിൽ ഒരുങ്ങിയിട്ട് ഒരു ഷോപ്പിലായിട്ട് കയറി വരും. അവർക്ക് നല്ലതുപോലെ ക്ഷീണം വരുന്നുണ്ടായിരുന്നു. അവരങ്ങനെ അവിടെ ഒരു കോഫി ഓർഡർ ചെയ്യും. ഇവർ സത്യം പറഞ്ഞാൽ മറന്നുപോയി ഇവരുടെ കയ്യിൽ ഇപ്പോൾ ക്യാഷ് ഇല്ല, പോരാത്തിന് കാർഡൊന്നും വർക്ക് ആവത്തില്ല എന്ന്. ഇവർ ഓർക്കാണ്ട് അവരുടെ കയ്യിരുന്ന കാർഡ് എടുത്തങ്ങ് കൊടുക്കും. അപ്പോൾ ആ കാർഡിലെ പെങ്കൊച്ചു പറയും ഈ കാർഡ് വർക്കിംഗ് അല്ല എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ ഹാങ്ങിൻ്റെ അമ്മ ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോവും. അവരവിടെ ചോദിക്കും, ഞാൻ പിന്നീട് പൈസ തന്നാൽ മതിയോ, എനിക്കൊരു കോഫി തരുമോ? ഉടനെ ആ പെങ്കൊച്ചു പറയും, ഇല്ല പറ്റത്തില്ല, നിങ്ങൾ പേ ചെയ്താൽ മാത്രമേ കോഫി കിട്ടത്തുള്ളൂ എന്ന്. അതേസമയം തന്നെ നമ്മുടെ യൂനുവിൻ്റെ അമ്മ അവിടേക്ക് വരും. അവർ വന്നിരിക്കുന്ന അവരുടെ തോട്ടത്തിൽ പണിയെടുക്കുന്ന എല്ലാ പെണ്ണുങ്ങൾക്കും വേണ്ടിയിട്ട് കോഫി വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവരാണെങ്കിൽ വരുന്നത് നമ്മളുടെ ഹാങ്ങിൻ്റെ അമ്മ ഇങ്ങനെ പതറി നിൽക്കുവാണ്. ഉടനെ തന്നെ നമ്മുടെ യൂനുവിൻ്റെ അമ്മ ഇവർക്കൊരു കോഫി വാങ്ങിച്ചു കൊടുക്കും. എന്നിട്ട് പറയും, ഈ കോഫി ഒരിക്കലും ഫ്രീ അല്ല, നിങ്ങൾ അതിന് വേണ്ടിയിട്ട് പണിയെടുത്തേ പറ്റത്തുള്ളൂ എന്നും പറഞ്ഞിട്ട് നമ്മുടെ ഹാങ്ങിൻ്റെ അമ്മേനെ നേരെ തോട്ടത്തിലായിട്ട് കൊണ്ടുവരും. അവരാണെങ്കിൽ അവിടെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നിൽക്കും. അവിടുത്തെ ഒരു ഫ്രൂട്ട് കണ്ടു കഴിഞ്ഞാൽ ഏകദേശം പിയർ
പെയർ പോലെയും അതേപോലെ തന്നെ ഓറഞ്ച് പോലെയൊക്കെയാണ് ഇരിക്കുന്നത്. ഇവരുടെ മെയിൻ ജോലി എന്ന് പറയുന്നത് ആ ഫ്രൂട്ടിനെ എല്ലാം കവറിട്ട് നല്ലതുപോലെ പ്രൊട്ടക്റ്റ് ചെയ്യണം. നമ്മളുടെ ഹാങ്ങിൻ്റെ അമ്മയ്ക്കാണെങ്കിൽ ഒരു കാര്യം മര്യാദയ്ക്ക് ചെയ്യാൻ അറിയത്തില്ല. അവരാണെങ്കിൽ ഇവർ പഠിപ്പിച്ചു കൊടുക്കുന്ന എല്ലാം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അവിടെയായിട്ടൊരു ഇംഗ്ലീഷുകാരി പോലത്തെ ഒരു പെണ്ണാണ് നമ്മളുടെ ഹാങ്ങിൻ്റെ അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നത്. എന്നാലും അവർക്കാണെങ്കിൽ പ്രോപ്പറായിട്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ആ ഇംഗ്ലീഷുകാരെ കയ്യിൽ നിന്ന് നമ്മളുടെ ഹാങ്ങിൻ്റെ അമ്മയ്ക്ക് നല്ലതുപോലെ വഴക്കൊക്കെ കേൾക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ ഹാങ്ങിനെയാണ്. അവളാണെങ്കിൽ അവിടെയായിട്ട് അവളുടെ സെക്രട്ടറിനെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കാൻ നേരത്ത് പെട്ടെന്ന് തന്നെ അവളുടെ സെക്രട്ടറി വരും. അവിടെ വന്നിട്ട് സെക്രട്ടറി ആണെങ്കിൽ ഓഫീസിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങും. അങ്ങനെ നമ്മുടെ ഹാങ് അറിയും, അതായത് യൂനുവിനെ ഇപ്പോൾ അവൻ്റെ ആ ഒരു ഫിനാൻഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റിലെ അവിടെ നിന്ന് എടുത്ത് മാറ്റി എന്ന്. ഇതറിയുന്നത് നമ്മളെ ഹാങ്ങിനങ്ങ് ഭയങ്കര ദേഷ്യം വരും. അവളാണെങ്കിൽ ചോദിക്കും, അതിനകത്ത് എന്തെങ്കിലും സത്യമുണ്ടോ? ഉടനെ തന്നെ അവളുടെ സെക്രട്ടറി പറയും, ഒരിക്കലുമില്ല, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും യൂനുവിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു സ്റ്റോറി മാത്രമാണ്. എന്നാൽ യൂൻസങ് അല്ലേ ആള്, അവ ഉടനെ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള തെളിവും എല്ലാം കണ്ടുപിടിക്കും. ഇത് കേൾക്കുന്നേ ഹാങ്ങിനെ അങ്ങോട്ട് സഹിക്കത്തില്ല. അവൾ വേഗം തന്നെ യൂൻസങ്ങിനെ വിളിച്ച് സംസാരിക്കും. അവൾ ചോദിക്കും, എന്തിനാ യൂനുവിനെ അനാവശ്യമായിട്ട് ടോർച്ചർ ചെയ്യുന്നത്? അവൻ്റെ പേരിൽ ആവശ്യമില്ലാത്ത തെറ്റുകളെല്ലാം ചാർത്തി കൊടുക്കുന്ന എന്തോത്തിനാ എന്നൊക്കെ. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ വെറുതെ ഇരിക്കത്തില്ല എന്നൊക്കെ പറയും. ഇത് കേൾക്കുന്നേ യൂൻസങ് പറയും, ഓഹോ, അപ്പോൾ നീ എല്ലാം അറിഞ്ഞിട്ടാണ് വിളിക്കുന്നത്, പിന്നെ എന്തിനാ എൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? അവൻ്റെ പേരിൽ എനിക്കാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കേസുകളുണ്ട്. അവൻ ഈ കമ്പനിയിലെ ഇൻഫർമേഷൻസ് വേറൊരു കമ്പനിയിൽ പാസ് ചെയ്തു, ക്ലയൻറ്റുകളുടെ സീക്രട്ടെല്ലാം അവൻ വേറെ കമ്പനിക്ക് പറഞ്ഞു കൊടുത്തു. അങ്ങനെയുള്ള പല കേസുകളും എനിക്ക് അവൻ്റെ മുകളിൽ വെക്കാൻ പറ്റും എന്നൊക്കെ യൂൻസങ് പറയും. ഇത് കേൾക്കുന്നേ ഹാങ്ങിന് എന്ത് വേണമെന്ന് അറിയത്തില്ലായിരുന്നു. ഉടനെ യൂൻസങ് പറയും, നീ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ ഈ ഓഫീസിലായിട്ട് ജോയിൻ ചെയ്യണം, എങ്കിൽ മാത്രമേ നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറയും. ഇത് കേൾക്കുന്നേ ഹാങ്ങിന് എന്ത് പറയണമെന്ന് അറിയത്തില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ യൂനുവും അതേപോലെ തന്നെ ആൻഡ്രു ജോയും കൂടി അവൻ്റെ വീട്ടിലായിട്ട് വരുന്നയാ. അപ്പോഴും പുറത്തായിട്ട് അവൻ്റെ ചേച്ചി വന്ന് നിൽക്കും. എന്നിട്ടാണെങ്കിൽ നമ്മുടെ യൂനുവിനെ കാണുന്നതും ആ ചേച്ചി ആണെങ്കിൽ പിടിച്ച് സംസാരിക്കാൻ തുടങ്ങും. യൂനു, നീ ഒരു കാര്യം അറിഞ്ഞോ? ഇന്നലെ വൈകുന്നേരമാണെങ്കിൽ ആ യൂൻസങ് വന്നായിരുന്നു, അതായത് ആ ക്യൂൻസ് ഗ്രൂപ്പിനെ തകർത്ത ആ ആള്. അയാൾ വന്നിട്ട് മീറ്റ് ചെയ്തത് നമ്മുടെ ഹാങ്ങിനെയാ. അല്ല, നീയും അവളും ഇപ്പോൾ ഡിവോഴ്സായി എന്നും പറഞ്ഞിട്ട് അവളെ കാണാൻ വേണ്ടിയിട്ട് യൂൻസങ് വരേണ്ട കാര്യം എന്തുവാ? ഇനി അവർക്ക് രണ്ടുപേർക്കിടയിൽ എന്തെങ്കിലും നടക്കുന്നുണ്ടോ? ഇത് കേൾക്കുന്നേ നമ്മുടെ യൂനുവിനങ്ങ് ഭയങ്കര ദേഷ്യം വരും. അവൻ പറയും, അവർക്കിടയിൽ അങ്ങനെയൊന്നുമില്ല, നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറഞ്ഞുണ്ടാക്കരുതെന്നും പറഞ്ഞിട്ട് അവൻ ദേഷിച്ച് അവിടെ എന്നൊക്കെ പോകും. ഇത് കേൾക്കുന്നേ നമ്മളുടെ യൂനുവിൻ്റെ ചേച്ചിക്ക് ഒരു കാര്യം മനസ്സിലാവും, അതായത് യൂനുവും ഹാങ്ങും ഇപ്പോൾ ഡിവോഴ്സ്ഡ് ആണെങ്കിലും യൂനുവിന് ഇപ്പോഴും ഹാങ്ങിനെ ഭയങ്കര ഇഷ്ടമാണ് എന്ന് അവർ വിചാരിക്കും. എന്നാലും ഈ പൊട്ടനാ സത്യം എന്നാ മനസ്സിലാക്കാൻ പോകുന്നത്, അവൻ അവസാനം വീണ്ടും കടന്ന് കരയാനാ എന്ന്. ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഇറ്റ്സ് സൈനിങ് ഓഫ് MDC.